സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ ബോച്ചെ ഹീറോ ആവുന്നത് ഇപ്പോഴാണ്. ബോച്ചയ്ക്ക് ഹൈക്കോടതി ജാമ്യം കൊടുത്തു. ഒന്നാമത് ഹൈക്കോടതിയിൽ പോകാനും വക്കീലന്മാരെ വെക്കാനും എത്ര ആളുകൾക്ക് പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ നീതി സമത്വം എന്നൊക്കെ പറയുമ്പോഴും അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ജയിലിൽ പരമദാരിദ്ര്യരും ഒരു അന്യസംസ്ഥാനക്കാരനുമായ ഒരു കർണാടകക്കാരനായ ഒരുത്തിനെ കാസർഗോഡ് സബ് ജയിലിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഭാഷ അറിയുന്നില്ല, കയ്യിലാണ് പൈസയില്ല, വക്കീലിനെ വെക്കാൻ പൈസയില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജയിലിനകത്ത് കിടന്നിട്ട് മൂത്ത് നിരക്കും. അപ്പോൾ ബേബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതിയിൽ പോകാൻ പറ്റി. 50,000 രൂപ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിന് ഇറങ്ങാം. എത്ര പേരുടെ കയ്യിൽ 50,000 രൂപയുണ്ട് ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്ത്? എത്ര പേരുടെ കയ്യിൽ 100 രൂപയുണ്ട്? എന്തിന് ഈ ജാമ്യം? 2 ആൾ ജാമ്യം വേണം, അതും സ്ഥലമുള്ള ആൾക്കാരുടെ ആൾ ജാമ്യം വേണം. എത്ര പേരുടെ കയ്യിൽ സ്ഥലമുണ്ട്? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കുണ്ട്. പാവപ്പെട്ടവരോട്, സ്ഥലമില്ലാത്ത ആളുകളോടൊക്കെ വളരെ മോശമായിട്ടാണ്, അനീതിപരമായിട്ടാണ് പെരുമാറുന്നത്. തീർച്ചയായിട്ടും ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് കേരളം അറിയപ്പെടുന്ന വലിയൊരു വ്യവസായിയാണ്, സെലിബ്രിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ നീക്കം കേരള സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കണം. തീർച്ചയായിട്ടും ഇത് വളരെ ഗുരുതരമായ അനീതിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പൈസ ഉള്ളവനൊരു നീതി, പൈസ ഇല്ലാത്തവന് വേറൊരു നീതി എന്നുള്ള അവസ്ഥയാണ്. ഞാനൊക്കെ ഇതൊക്കെ അനുഭവിച്ചതാണ്. ഒരു 2,000 രൂപ കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ 4 ദിവസം അകത്ത് കിടന്ന ആളാണ്. അപ്പോൾ നമ്മളെല്ലാവരും പോക്കറ്റിൽ പൈസ കരുതിയിട്ടല്ല വിധി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് വിധി പറഞ്ഞിട്ട് ആ പൈസ ഇല്ലെങ്കിൽ അവനെ പിടിച്ച് അകത്തിടുന്നൊക്കെ പറയുന്ന ഒരു ബ്രിട്ടീഷ് അല്ലെങ്കിൽ കൊളോണിയൽ സമ്പ്രദായമൊക്കെ ശരിയല്ല. ഓക്കെ, അയാൾക്കൊരു ഒരാഴ്ചത്തെ സമയം കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഈ 2,000 രൂപ നീ കൊണ്ടുവന്നിട്ട് അടക്കുന്ന സമയം കൊടുക്കാൻ പറ്റും. കോടതിയിൽ പോകുന്ന, മര്യാദക്ക് പോകുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് 2,000 രൂപ തരാൻ ഇത്ര സമയം കൊടുത്തുകൂടാ? അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വക്കീലന്മാരുടെയും ജഡ്ജിമാരുടെയും ഒക്കെ പിടിച്ചു പറി നടക്കുന്നുണ്ട്. പണക്കാരനോട്, പൈസ ഉള്ളവനോട് ഒരു നീതി, പൈസ ഇല്ലാത്തവനോട് ഒരു നീതി ഒക്കെ ഉണ്ട്. ഇതേപോലെയുള്ള ഒരു കേസിൽ, ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരു കേസിൽ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, അന്നൊന്ന് ജോലിക്ക് പോകുന്ന ഒരു മനുഷ്യനാണ്, ഒരു ദളിതനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മതമൊക്കെ ഇല്ലേ വയനാട്ടിൽ, അങ്ങനെയുള്ള ഒരാളാണ് അകത്ത് കിടന്നിരുന്നെങ്കിൽ, അങ്ങനെ ഒരുപാട് പേർ അകത്ത് കിടക്കുന്നുണ്ട്. നിങ്ങൾ പോയിട്ട് നോക്കിയാൽ അറിയാം. അപ്പം അവർക്ക് വേറൊരു നീതിയും പൈസ ഉള്ളവർക്ക് വേറൊരു നീതിയും എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ നടപടികളിലൂടെ ലോകം അറിയട്ടെ, ചർച്ച ചെയ്യട്ടെ. തീർച്ചയായിട്ടും ബോബി ഇപ്പോൾ ഹീറോ ആയി മാറുകയാണ്. തീർച്ചയായിട്ടും ബോബി ഇപ്പോൾ ഒരു ഹീറോ ആയിട്ട് മാറുകയാണ്. മനുഷ്യരായാലും തെറ്റുപറ്റുമൊക്കെ ചെയ്യും, ആ തെറ്റിന് ശിക്ഷിച്ചോട്ടെ, അത് വേറെ കാര്യം. പക്ഷേ ഈ ബോബി അതിനകത്ത് കിടന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബോബി ഒരു ദിവസം അല്ലെങ്കിൽ 1 മിനിറ്റ് ജയിലിനകത്ത് എടുക്കാൻ ആരും ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി വരാനാണ് നോക്കുക. പക്ഷേ അവിടെ കിടന്ന് വാശി പിടിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും ആൾക്കാരുടെ കണ്ണ് തറപ്പിക്കേണ്ടതാണ്. ഇതൊരു മഹാസംഗതിയാണ് ബോബി ചെയ്യുന്നത്. ബോബിക്ക് 100% സപ്പോർട്ട്.